ഹരിയേട്ടാ, 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 സൗദാമിനി, ഹരിയേട്ടനെ കണ്ടോ? കണ്ടല്ലോ. എവിടെ? ഇന്നലെ കണ്ടത്. ഇന്നലത്തെ കാര്യമല്ല. രവി എണീറ്റോ? എന്താ വിധി? ചേച്ചി, കാലത്തുണർന്ന് നോക്കിയപ്പോ ഹരിയേട്ടനെ മുറിയിൽ എങ്ങും കാണാനില്ല. കാണാനില്ലേ? എവിടെ പോയി? എനിക്ക് ഒരു പിടിയില്ല. ഡോക്ടർ ഉണർന്നെങ്കിൽ ഒന്ന് പോയി നോക്കാൻ പറ ചേച്ചി. രവി, എടാ രവി. എന്താ മുത്തശ്ശി? ഹരികൃഷ്ണനെ രാവിലെ മുതൽ കാണുന്നില്ലെന്ന്. അതെവിടാ പുള്ളിക്കാരൻ പറയാതെ പോയത്? മോളെ റീനെ, എന്താ മോളെ? അപ്പച്ചനെ എണീപ്പിച്ചേ. ഹരിയങ്ങൾ എങ്ങോട്ടാ പുറപ്പെട്ടു പോയെന്ന്? മോളെ കാലത്താണ് പോയത്. പോകുന്ന ഞാൻ കണ്ടില്ല മുത്തശ്ശി. കൂടെ കിടന്നുറങ്ങിയ ഭർത്താവ് പോയിട്ട് അറിഞ്ഞില്ലെന്നോ? എന്തൊരു ഉറക്ക നീ ഉറങ്ങിയത്? നീ പോയിട്ടേ കട്ടിലിന്റെ അടിയിലോ വാതിന്റെ മൂലയിലോ ഉണ്ടോന്ന് ചെന്ന് നോക്ക്. ഹരിയെന്തിനാ കട്ടിലിന്റെ അടി കയറി വിളിക്കുന്നത്? നീ മിണ്ടാതിരി. കുന്തം പോയ കുടത്തിന് നപ്പടുന്ന പ്രമാണം. മുത്തശ്ശി മിണ്ടായിരിക്കും. പോയത് കുന്തമല്ല, ഒരു മനുഷ്യനാ. പറയാതെ പോകുന്നവൻ കുന്തത്തിന് തുല്യ. രവി, ഒന്ന് എവിടെങ്കിലും പോയി നോക്കൂ. ഇതിങ്ങനെ ഒരിക്കലും ഇല്ലാത്തതാ. എനിക്ക് ആകെ പേടിയാവുന്നു. ഒന്ന് പോയി നോക്കിട്ട് വരാം. ആ, നോക്കി നിൽക്കാതെ പോയി അന്വേഷിക്കടാ. എന്താ സംഭവം? ഇന്നലെ രാത്രി നിങ്ങൾ തമ്മിൽ വല്ല അടിപിടിയോ വഴക്കോ ഉണ്ടായോ? ഹരിയെ, നിങ്ങളെപ്പോൾ അടിപിടി കൂടുന്ന ടൈപ്പൊന്നും അല്ല. ബാങ്കിന്റെ വല്ല അടിയന്തര ആവശ്യത്തിന് പോയതായിരിക്കും. ബാങ്കിന്റെ കാര്യമാണെങ്കിൽ പറഞ്ഞിട്ട് പോകൂടെ? നമുക്കൊരു കാര്യം ചെയ്യാം. വിവരം ഉടനെ പോലീസിൽ അറിയിക്കാം. വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ. എന്തോന്ന് സംഭവിക്കാൻ? പല ഡോക്ടറെ, കാലത്ത് തന്നെ വിവരക്കേട് സംസാരിക്കല്ലേ. ആരോടും പറയാതെ പിന്നെ എവിടെ പോയതാണ് ഇയാള്? ഇനി രാത്രിയിലാ പോയതെങ്കിൽ പേടിക്കാനില്ല. കാണേണ്ടവരോ കണ്ടതിന് ശേഷം ഉറങ്ങിപ്പോയതാവും. ആളിപ്പോഴും എത്തും. മോനെ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ ഒന്ന് പോയി അന്വേഷിക്കുക. രവി പ്ലീസ് ഒന്ന് പോയി നോക്കൂ. ഞാൻ ഉടനെ പോവാം. ഞാൻ വരണോ? വേണ്ടേ. മോള് വിഷമിക്കാതെ. ബഹളം ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല. ഞാൻ ഒന്ന് പോയി അന്വേഷിക്കട്ടെ. ഇനി ഡോക്ടറുടെ ശല്യം പേടിച്ച ഹരി ഇവിടെ ഓടി പോയതാണെന്നാണ് എന്റെ പേടി. ആള് വരുന്നു. എന്താ ഹരിയേട്ടാ ഇത്? ഞാനിത് എവിടെ പോയി കിടക്കായിരുന്നു? ടെൻഷൻ അടിപ്പിച്ച് കളഞ്ഞല്ലോ. എല്ലാരും എന്താ ഇവിടെ? ഹരിയേട്ടനെ കാണാൻ ഞാൻ അന്വേഷിക്കാൻ പുറപ്പെട്ടതാ. അയ്യോ, ഞാൻ ഓടാൻ പോയതാ. ഓടാൻ പോയതോ? ഇതുവരെ കണ്ടിട്ടില്ലാത്ത കലാപരിപാടിയാണല്ലോ അത്. അതെ, ഇന്നെനിക്ക് ഓടണം തോന്നി, ഞാൻ ഓടി. എന്നാ പിന്നെ ഒന്ന് പറഞ്ഞിട്ട് ഓടിക്കൂടെ? എന്ത്? എല്ലാ വീട്ടിലും വന്ന് ഞാനിതാ ഓടാൻ പോകുന്നേന്ന് പറയാം. അതല്ല, തന്റെ ഭാര്യയോടൊന്ന് പറഞ്ഞിട്ട് ഓടിക്കൂടെ എന്നാ ചോദിച്ചത്. അത് ന്യായം. നാളെ മുതൽ ഞാൻ നിന്നോട് പറഞ്ഞിട്ടോടാം കേട്ടോ. ഇനി എല്ലാരും പിരിച്ചു പോ. സ്വയം പിരിച്ചു പോയില്ലെങ്കിൽ ഞാൻ ആകാശത്തേക്ക് വെടിവെക്കും. എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. എന്നാൽ ഇത് വല്ലാത്തൊരു പേടിപ്പിക്കലായിപ്പോയി. ഇത്രയും കുഴിമടിയനായ ഒരു മനുഷ്യൻ ഓടാൻ പോയതാണെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നേര് പറ ഹരിയേട്ടാ, എവിടെ പോയതാ? നമ്മുടെ ആ പഴയ ഫസ്റ്റ് നൈറ്റിന്റെ ഓർമ്മകളുമായി ഇന്ന് നീ ഉണരണം എന്ന് ഞാൻ ആഗ്രഹിച്ചു. കിടക്കയിലും നിന്റെ ദേഹത്തുമൊക്കെ ഈ മുല്ലപ്പൂക്കൾ ഇങ്ങനെ വിതറി അതിന്റെ സുഗന്ധം മുറിയിലാകെ പരന്ന്. പക്ഷെ ഞാനിങ്ങെത്തും മുമ്പ് നീ ഉണർന്നു. നാട്ടിലുള്ള ആൾക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തി. ഈ ഒരു ദിവസത്തിന്റെ ഒരു സ്നിഗ്ധത നീ ഇല്ലാതാക്കി. ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? അതാണ് ഞാനും നീ തമ്മിലുള്ള വ്യത്യാസം. വ്യത്യാസം ഉണ്ടല്ലോ. ഹരിയേട്ടനാണും ഞാൻ പെണ്ണും അല്ലേ? ആണല്ലോ. എന്നാൽ ഫലത്തിൽ നീ ഇപ്പൊ ആണും ഞാനിപ്പോ പെണ്ണുവാ. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുന്നത് പെണ്ണുങ്ങളാ. ഒന്ന് തെളിച്ച് പറ ഹരിയേട്ടാ. എന്റെ വിജയ്, ഇന്നേ നമ്മുടെ 5ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ. മനസ്സിലായോ? എന്റെ ഈശ്വര, നേരാണല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഓർത്തതാ. സമയമായപ്പോ മറന്നു. സോറി ഹരിയേട്ടാ. സോറി എന്തിന്? ഒരു കണക്കിന് നീ അത് മറന്നത് നന്നായി. നിനക്കിങ്ങനെ ഒരു സർപ്രൈസ് തരാൻ എനിക്ക് പറ്റിയല്ലോ. തീർന്നില്ല. വരൂ വരൂ വരൂ. ഇന്നലെ രാത്രി നീ കാണാതെ ചില സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താ? ഇതാ നോക്ക്. ഹായ്, എങ്ങനെയുണ്ട്? കലക്കിട്ടുണ്ട്. എന്റെ വിജയ്, നിന്റെ ഒപ്പമുള്ള ഓരോ പൊട്ടും പൊടിയും എന്റെ ലൈഫിലെ സ്വീറ്റ് മെമ്മറീസ് ആണ്. എനിക്കങ്ങനെ അല്ലെന്നാണോ? നീ ചെന്ന് കുളിച്ച് ഇതെല്ലാം ഉടുത്ത് പൂമാലയൊക്കെ ചൂടി ഒന്നിങ്ങോട്ട് വന്നേ, ഞാനൊന്ന് കാണട്ടെ. ആദ്യം ഞാൻ ചായ ഉണ്ടാക്കാം. ആദ്യം ഞാൻ പറയുന്നത് ചെയ്യ്. ഇന്നത്തെ ചായയുടെയും ബ്രേക്ക്ഫാസ്റ്റിന്റെയും കാര്യമൊക്കെ ഞാൻ ഏറ്റു. അയ്യോ, നല്ലൊരു ദിവസമായിട്ട് കൊളമാക്കല്ലേ ഹരിയേട്ടാ. എനിക്കൊന്നൊരു ഹെൻപെക്ഡ് ഹസ്ബൻഡ് ആവണം. ഭാര്യയെ അനുസരിച്ച്, ഭാര്യയെ ബഹുമാനിച്ച്, ഭാര്യയുടെ അടിമയായ ഒരു ഭർത്താവ്. വൃശ്ചിക രാത്രി തൻ അരമന മുറ്റത്തോരു
നോക്കി എങ്ങനെ കൊള്ളാമോ? വലിയ ഭംഗിയൊന്നുമില്ലാത്ത തുണിയായിരുന്നു. നീ അത് ഉടുത്തപ്പോ അതിന്റെ മാറ്റ് പോലും കൂടി. ചുമ്മാ കളിയാക്കല്ലേ ഹരിയേട്ടാ. നേരാണ് കുട്ടി, കളിയാക്കാനാണേലും വേറെ എന്തെല്ലാം പറയാം. ഏത് വേഷത്തിലായാലും എപ്പോഴായാലും നീ എന്റെ സുന്ദരി കുട്ടിയല്ലേ. നേര് പറയാലോ, നമ്മുടെ ഈ 5 വർഷം എനിക്ക് 5 നിമിഷം പോലെ തോന്നിയിട്ടുള്ളൂ. ഞാൻ ആലോചിക്കുക, കല്യാണം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് പേടിയായിരുന്നു. 2 ചുറ്റുപാടുകളിൽ നിന്ന് വന്നവർ, 2 തരം ഇഷ്ടാനിഷ്ടങ്ങളും 2 തരം സ്വഭാവമൊക്കെ ആവുമ്പോ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ നീ എന്റെ ദൗർബല്യങ്ങൾ സഹിച്ചു. സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുക. എന്താ വല്ലാതെ? ഹരിയേട്ടന്റെ ഈ സ്നേഹത്തിന് പകരം തരാൻ അതിന് ദൈവം എന്നോട് കരുണ കാണിക്കുന്നില്ലല്ലോ. ചേച്ചേ, അതൊക്കെ സമയമാകുമ്പോ നടക്കും. നിനക്കറിയോ, എന്റെ ജാതകത്തില് എനിക്ക് കുട്ടികൾ 3. നീ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ച് ചെല്ലു. ഞാൻ ഇറങ്ങുന്നു. താൻ മനുഷ്യനെ പേടിപ്പിച്ചളഞ്ഞല്ലോ. ഇയാൾക്ക് സൂക്ഷിച്ച് സൈക്കിൾ ഓടിച്ചൂടെ? ഇവിടെ ഒരു കല്ല് പൊങ്ങി നിപ്പുണ്ട് സാറേ. ഇതിപ്പോ ഇവിടെ വെച്ച് 3ാമത്തെ തവണയാ ടയർ പഞ്ചറാവുന്നത്. എന്നാ പിന്നെ വേറെ ഏതെങ്കിലും വഴി കൂടെ സൈക്കിൾ ഓടിക്കേ. ഓ ഡ്രൈവർ റെഡിയായില്ലേ? സമയമായി, വണ്ടി എടുക്ക്. എന്താ വിളിച്ചേ? അല്ല, ഒന്നും വിളിച്ചില്ല, സമയമായി എന്ന് പറയായിരുന്നു. ഇതിന് ശിക്ഷേണ്ട രവി, ഇന്ന് നീ 5 ലിറ്റർ പെട്രോൾ അടിക്കേണ്ടി വരും. അയ്യടാ, ആ ജംഗ്ഷനിൽ നല്ല 1ാം തരം ടാക്സി കിട്ടും. എന്തിനാ ടാക്സി ആക്കുന്നത്? പണം പെട്ടിയിൽ അടുക്കി വെക്കാതെ ഒരു കാർ വാങ്ങിച്ചൂടെ? ആ, സ്ത്രീധനമായിട്ടൊരു കാറ് കിട്ടുമെന്ന് നോക്കട്ടെ. ആദ്യം ഒരു പെണ്ണിനെ കിട്ടുമോ നോക്ക്. ഇവന്റെ ഈ ചക്ക പല്ലുണ്ടല്ലോ, ഒരു പെണ്ണിന് പിടിക്കുന്നില്ല. തനിക്കൊരു പെണ്ണിനെ കിട്ടുമെങ്കിൽ ഈ ലോകത്ത് ആർക്കും പെണ്ണ് കിട്ടും. വിജി എന്ത് കണ്ടിട്ട് ഇയാളുടെ കൂടെ ഇറങ്ങി തിരിച്ചത്? ഒരബദ്ധം ആർക്കും പറ്റും രവി. വിജയ്, വണ്ടി എടുക്കണം മിസ്റ്റർ. വൈകുന്നേരം വരട്ടെ, ഞാൻ കാണിച്ചു തരാം. ബൈ. വൈകിട്ട് കാണാം. ഓക്കെ, സീ യു. സാർ, ഈ ലെറ്ററിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചില്ല. അവരുടെ മറുപടി ഒന്നുമില്ല. നമുക്ക് റിമൈൻഡർ കൂടി അയച്ചാലോ? സാറിന് ക്യാബിനിലൊരു ഫോൺ. ഹലോ, ഹരികൃഷ്ണൻ ഹിയർ. വിജയ്. ഒന്നുമില്ല, എന്തോ ഒരു സുഖമില്ലാത്ത പോലെ. അല്ല, അങ്ങനെയുള്ള സുഖമല്ല, ഒരു മനം വരട്ടലും ആകെ ഒരു വയ്യായിക. മനം വരട്ടല്ലോ? ഛർദിക്കാൻ തോന്നുന്നുണ്ടോ? കുറേശ്ശയോ? എന്നാൽ അത് തന്നെയാ, ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞില്ലേ വിജയ്, എല്ലാം കൊണ്ടും ഇന്നൊരു നല്ല ദിവസമാണെന്ന്. ഒരു കാര്യം, ഇനി നീ അവിടുന്ന് ഒരു ഇഞ്ച് അനങ്ങാൻ പാടില്ല. ഫോൺ വെക്കുക, ഫോണിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു കസേരയില്ലേ, അതിലിരുന്നോളൂ വിജയ്. അതിന് മാത്രം ഇപ്പൊ എന്താ? പറഞ്ഞാൽ അനുസരിക്കണം. ഈ ഘട്ടത്തിൽ ശരീരം തീരെ ഇളകാൻ പാടില്ല. ഫുഡൊക്കെ ഞാൻ പാർസൽ കൊണ്ടുവരാം. ഞാൻ ഉച്ചക്ക് ലീവ് എടുത്ത് വന്നിട്ട് നമുക്ക് ഡോക്ടറെ അടുത്ത് പോണം. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ വരുമ്പോ നിന്നെ ആ കസേര കണ്ടില്ലെങ്കിലുണ്ടല്ലോ. ശരി ശരി. ദൈവം അനുഗ്രഹിച്ചാൽ മിക്കവാറും നാളെ ഞാൻ സാറിന് ഒരു ഗുഡ് ന്യൂസ് കേൾപ്പിക്കും. അതിന് ഉച്ചയ്ക്ക് എനിക്ക് ലീവ് തരണം. എന്ത് ഗുഡ് ന്യൂസ്? അതൊരു സർപ്രൈസ് ആയിരിക്കട്ടെ. എന്നാലും സാറിന് ഞാനൊരു ക്ലൂ തരാം. ഒരു മനം വരട്ടലും ചെറിയൊരു ഛർദിയും. ഉത്തരം സാർ ആലോചിച്ച് കണ്ടുപിടിക്കും. രവി, ഹരികൃഷ്ണ, എടോ സംഗതി ഒത്തെന്നാ തോന്നുന്നത്. എന്ത് സംഗതി? വിജിക്ക് ചില വിശേഷങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയാണ്. ആണോ? അവളിപ്പോ ഫോൺ ചെയ്തിരുന്നു. വൈകുന്നേരം എവിടെയും പോയി കളയരുത്. വിജയം കൊണ്ട് MBBS ഡോക്ടറുടെ അടുത്ത് തിരിച്ചു വന്നിട്ട് നമ്മൾ പല്ല് ഡോക്ടറുടെ ടെറസിൽ കൂടുന്നു. നമുക്കൊന്ന് ആഘോഷിക്കണം. ഓക്കെ? ഓക്കെ. കുറെ പാടുപെട്ടിട്ടാണെങ്കിലും ഒടുവിൽ നീ വഞ്ചി തിരുനക്കരെന്ന് നീക്കി. ആടലോടകം, ചിറ്റമർത്ത്, നന്നാരി വേര്, കൂവളത്തിന്റെ അങ്ങനെ 11 കൂട്ടം പച്ചമരുന്ന് അരിഞ്ഞ് തിളപ്പിച്ച് കുറുക്കി രാവിലെയും വൈകുന്നേരം 2 ഔൺസ് സേവിച്ചാൽ അത്യുത്തമം. എന്തിനും നല്ല ടോണിക് വാങ്ങി കഴിക്കുന്നതാ നല്ലത്. ടോണിക്കും ഒന്നും വേണ്ട. പ്രസവ കാര്യങ്ങളിലെ നിങ്ങൾ ക്രിസ്ത്യാനികളുടെ രീതിയെ ശരിയല്ല. എന്നിട്ട് ക്രിസ്ത്യാനികൾ ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്നില്ലേ? ഓ, അതൊക്കെ ദൈവകൃപ. മോള് ഞാൻ പറയുന്നത് കേട്ടാ മതി. കഷായം മുത്തശ്ശി ഉണ്ടാക്കിത്താൽ. ആദ്യത്തേതായതുകൊണ്ട് ദേഹളകാതെ സൂക്ഷിക്കണേ. ദേഹളകാരന്റെ പാടത്തും പറമ്പിൽ പണിയാൻ പോവുക. എന്ത് പറഞ്ഞാലും ഒരു ഉടക്ക്.
ഡോക്ടർ എന്ത് പറഞ്ഞു മോനെ? അത് ഇല്ല മുത്തശ്ശി, വിശേഷമൊന്നുമില്ല. അസുഖം തോന്നിയത് വേറെന്തോ കാരണം കൊണ്ടാണ്. ചേച്ചി അപ്പോഴത്തേക്ക് മോളെ മുഖം അങ്ങ് വാടിയല്ലോ. സാരില്ലേ മോളെ, വയസ്സായിട്ടൊന്നുമില്ലല്ലോ. ദൈവം ഇതിനൊക്കെ ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. വലിയ സന്തോഷത്തിലായിരുന്നു. മോൻ ചെന്നൊന്ന് സമാധാനിപ്പിക്കും. ഞാൻ രവിയ. എന്തുണ്ടോ മൂഡ് ശരിയായോ? പെട്ടെന്ന് സന്തോഷിക്കുക, പെട്ടെന്ന് അപ്സെറ്റ് ആവുക, അതൊക്കെ അമച്ചറിഷാണ്. ഇന്ന് രാവിലെ കാറിൽ വരുമ്പോ താൻ ഒരുമാതിരി കുരങ്ങിയത്ത കുറവനെ പോലെ ഇരുന്നു. ഞാൻ വിളിച്ചതേ, ഇന്നൊരു ബ്രോക്കർ വന്നിരുന്നു. നല്ല ഒന്നാന്തരം കുട്ടിയത്രേ. സൗന്ദര്യം, വിദ്യാഭ്യാസം, ലോ കോളേജ്. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യാൻ നോക്ക്. ഞാനോ? ഞാൻ ഇന്നലെ ലീവ് എടുത്തു, ഇന്നിനി പറ്റില്ല. ഒരു കാര്യം ചെയ്യാം, ലഞ്ച് ടൈമിന് ഞാൻ കാർ അവിടെ കൊണ്ടുവന്ന് തരാം. അതിൽ പോയിക്കോ, ഒരു ഗമയിരിക്കട്ടെ. കാറിന് നിന്റേതാണെന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. കൂടെ വരാൻ തൽക്കാലം ആ ചൊറിയും കുത്തിരിക്കുന്ന ഗീവർഗീസിനെ കൂട്ടിക്കോ, അതാ നല്ലത്. പുരുഷു, നീ എന്താടാ ഇവിടെ? ഞാനിവിടെ കോടതിയിലെ ഒരു പ്രതിയുമായിട്ട് വന്നതാ. പ്രതി ഞാനാ, ചെങ്കോട്ട തങ്കപ്പൻ. നിന്റെ പേര് ചോദിച്ചില്ലല്ലോ. പിന്നെ എന്തൊക്കെയാണടാ വിശേഷങ്ങള്? നല്ല ആളാ. എന്റെ ഇളയമ്മയുടെ കുഞ്ഞിന്റെ കാതുകുത്തിന് ഞാൻ കത്തയച്ചിട്ട് നീ വന്നില്ല. റാസ്കൽ. കറക്റ്റ്. പ്രതികളുടെ മുമ്പിൽ വെച്ച് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കണ്ട. എന്നാലും നീ കാതുകുത്തിന് വരാഞ്ഞെന്താ? ആ കുത്തിനേക്കാൾ വലിയ കുത്തും കൊലയും നടത്തിയ ഒരു യമകണ്ഠൻ പ്രതി പൂജപ്പുര ജയിലിൽ നിന്ന് മതില് ചാടി തന്നായിരുന്നു. നീ വായിച്ചു കാണും, പി കെ പാപ്പുക്കുട്ടി. ഞാൻ വായിച്ചില്ല. അതെന്ത്, നീ ഇപ്പൊ പത്രങ്ങളൊന്നും വായിക്കാറില്ലേ? ഒന്നിനും ടൈമില്ല. ഓ ആ മറ്റേ സംഭവം ഇങ്ങനെ ആയോ? അതൊക്കെ പിന്നെ പറയാം. നീ ഇതുവരെ എന്റെ ഭാര്യയെ കണ്ടിട്ടില്ലല്ലോ. വീട്ടുകാർ ഒരു ചായ കുടിച്ചിട്ട് പോവാം. അതെ, ഞാനും വരാം. രാജേട്ടാ, ഓ. ഇതെന്റെ ക്ലോസ് ഫ്രണ്ട് ആണ്. 1ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ചവരാണ്. അതെന്താ, നിങ്ങൾ ഓരോ ക്ലാസ് കഴിക്കുമ്പോഴും ബെഞ്ചും കൂടെ കൊണ്ടുപോകാറുണ്ടോ? എന്നാ പോലെ വീട്ടിലോട്ടൊന്നും വരാൻ സമയമില്ല. നമുക്ക് ഈ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് അല്പനേരം സംസാരിച്ചിരിക്കാം. രാജേട്ടാ, ഇവരെ നോക്കിക്കോ. പാം. ഞാൻ ഇനി അധികം നാൾ കാക്കിയിട്ട് നടക്കില്ല. അതെന്താ, പോലീസിൽ നിന്ന് നിന്നെ പിരിച്ചുവിടാൻ പോവാ? അതല്ല, ഈ കേരള പോലീസ് വേഷം എനിക്ക് മടുത്തു. CBI-കാരനെ നോട്ടോട്ടിരിക്കുക. അതേന്ന് പാലും തുമ്പും ഇല്ലാതെ കിടക്കുന്ന പല കേസുകളും തെളിയിക്കാൻ അവർക്ക് എന്റെ സേവനം ആവശ്യമാണത്രേ. അത് ശരി. ഈ തങ്കപ്പം പോക്കറ്റ് അടിക്കാരനായിരിക്കും അല്ലേ? പോക്കറ്റ് അടിയോ? തുക്കട പോക്കറ്റ് അടിക്കാരെ പിടിക്കാനൊന്നും ഞാൻ പോവില്ല. അത് വെറും തങ്കപ്പനും അല്ല. തോമസ്, ബൈജു, സെൽവമണി, തങ്കര തുടങ്ങിയ പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ ഭീകരമായി കവർച്ച നടത്തുന്ന വേൾഡ് ക്രിമിനലാണ്. നമ്മുടെ എഴുമന്നൂർ അമ്പലമില്ലേ, അവിടുത്തെ വിഗ്രഹം മോഷ്ടിച്ചവനല്ലേ? അതൊരു മാത്യു എന്നാണല്ലോ പത്രത്തിൽ വന്നിരുന്നത്. മാത്യു തങ്കപ്പൻ എന്നാണ് ഇവന്റെ ഫുൾ നെയിം. അന്നാണ് ഇവൻ ആദ്യമായി പോലീസ് കെണിയിൽ വീഴുന്നത്. ആ ഓപ്പറേഷനും എന്റെ ബുദ്ധിയിൽ നിന്നായിരുന്നു. പിടിച്ച പോലീസുകാരുടെ ഫോട്ടോ വന്നപ്പോ നിന്നെ അതിൽ കണ്ടില്ലല്ലോ. ഇത്തരം ചീപ്പ് പബ്ലിസിറ്റിയിലൊന്നും എനിക്ക് താല്പര്യമില്ല. പിന്നെ 10 കിലോ ഹാഷിഷുമായി കേരളത്തിൽ മുങ്ങിയ കിഴയക്കാരൻ കിം ലൂച്ചയെ കീഴടക്കാൻ വേണ്ടി ഞാൻ നടത്തിയ പരാക്രമ കഥ അടുത്ത് തന്നെ സിനിമയാവാൻ പോവാണ്. എന്റെ മറ്റേ കഥ അറിയാലോ? ഏത് കഥ? ഭർത്താവിനെ തല്ലിക്കൊന്ന് അടുക്കളയിൽ കുഴിച്ചു മൂടി കാമുകനോടൊപ്പം ഒളിച്ചോടിയ നീലേശ്വരം ഓമന കേസ്. അതിനും തുമ്പുണ്ടാക്കിയത് ഞാനാ. അതെന്റെ മനഃശാസ്ത്രപരമായ ഒരു സമീപനമായിരുന്നു. സ്ത്രീകളുടെ മനഃശാസ്ത്രത്തിൽ ഞാനൊരു എക്സ്പെർട്ട് ആയിരിക്കാം. ഈ മനഃശാസ്ത്രമൊക്കെ നീ എവിടുന്ന് പഠിച്ചു? അത് പൊറോട്ട കഴിച്ചിട്ട് പറയാം. ഓടിക്കളഞ്ഞു. നമുക്ക് പിന്നെ കാണാം. ഭഗവാനെ വിലങ്ങും കൊണ്ടാ പോയിരിക്കണം. അതിനി ഞാൻ സമാധാനം പറയണം. ഇത് 16ാമത്തെ തവണയാണ്. ഇനി നിന്റെ കൂടെ ഞാൻ പെണ്ണ് കാണാൻ വരുന്ന പ്രശ്നമില്ല. ഇതെങ്കിലും തുറപ്പിക്കും. അതിപ്പോ പെണ്ണിനെ കണ്ട് ഇഷ്ടപ്പെടാതെ എങ്ങനെ? ആദ്യം പെണ്ണിന് നിന്നെ ഇഷ്ടപ്പെടുന്നു. എനിക്കെന്താ കുഴപ്പം? എന്റെ ഈ പലകപ്പൽ തന്നെ അത് കാണിച്ച് അധികം ഇടിക്കണ്ട. എന്താ പറഞ്ഞേ? അല്ല, ഞാൻ എന്റെ പല്ലുവേദനയുടെ കാര്യം പറയായിരുന്നു. ഭയങ്കര പല്ലുവേദന. ഇതെന്തിഷ്ടാ? അതെ. മോളെ, രവികുമാറിന്റെ അച്ഛനും അമ്മയൊക്കെ എന്നത്തേക്ക് എത്തും? അവര് 15-ാം തീയതി എത്തും അല്ലേ? അതെ. എന്നാ കത്തിൽ? അവർക്ക് എന്തെങ്കിലും സംസാരിക്കാണ്ടേ ആയിക്കോട്ടെ. നമ്മൾ അതിനുള്ള അവസരം കൊടുത്തില്ല, പരാതി വേണ്ട. ആയിക്കോട്ടെ. അയ്യോ, അത് വേണമെന്നില്ല. ഞങ്ങൾ സൗകര്യം പോലെ പിന്നെ സംസാരിച്ചോളാം. അഡ്വക്കേറ്റ് ഹരീന്ദ്രനാഥിന്റെ ജൂനിയർ അല്ലേ? ഞാനവിടെ വരാറുണ്ട്. മണ്ണുത്തി ലോ കോളേജിലാണ് പഠിച്ചതല്ലേ?
അല്ല, മണ്ണുത്തിയിലത് വെറ്റിനറി കോളേജാ. ഞാൻ പഠിച്ചത് എറണാകുളം ലോ കോളേജിലാ. മണ്ണുത്തി എറണാകുളമൊക്കെ അടുത്തടുത്ത് തന്നെ. സൗകര്യം പോലെ പിന്നെ സംസാരിച്ചാൽ മതി, അതന്നെ നല്ലത്. നിനക്കിഷ്ടപ്പെട്ടല്ലോ, അത് മതി. എന്നാലും വേണ്ട വേണ്ട, എനിക്ക് കാണുകയേ വേണ്ട. കണ്ടാൽ ഞാൻ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. ഇതും മുടങ്ങും. മുത്തശ്ശി പറയുന്നത് ശരിയാണ് രവി. ഞാൻ നമ്മുടെ ഡോക്ടറോടും ചോദിച്ചു, അയാൾക്കും കുട്ടിയെ പറ്റി വളരെ നല്ല അഭിപ്രായമാണ്. അതല്ല, ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണല്ലോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഉപേക്ഷിച്ച് നമുക്ക് വേറെ കെട്ടാം. ഒരു കല്യാണ വീട്ടിന് വേണ്ടുന്ന ഒരുക്കങ്ങളൊന്നും ആയിട്ടില്ല ഇവിടെ. നല്ലൊരു ഡബിൾ കോട്ട് പോലും ഇല്ല. അയ്യോ, നല്ലൊരു ഡബിൾ കട്ടിൽ വളരെ വളരെ അത്യാവശ്യം. ഓടിയകത്ത് വല്ലവരും വല്ലതും പറഞ്ഞാൽ ഉടനെ കക്ക ചിരിക്കാൻ തുടങ്ങി. ഈ കൊടൈക്കനല്ല എങ്ങനെ ഇപ്പൊ തണുപ്പാണ്. എന്തിനാ? അല്ല, തണുപ്പാണെങ്കിൽ ഹണിമൂൺ അവിടെ ആക്കിയാലോ എന്നൊരു ആലോചന. ഇത്തിരി തണുപ്പിന് വേണ്ടി അവിടം വരെ വണ്ടി ഓടിക്കണം. ഇവിടെ ഏതെങ്കിലും ഹോട്ടലിൽ ഒരു AC റൂം എടുത്താൽ പോരെ? അതല്ലടോ, അവിടം വരെയുള്ള ആ ഒരു യാത്രയും ബഹളവും അങ്ങനെ മൊത്തം ഒരു ത്രില്ലുണ്ടാവും. കല്യാണം ഉറപ്പിച്ചതിന് ശേഷം നീ മൊത്തത്തിലൊന്ന് ഇളകിയിട്ടുണ്ട് കേട്ടോ. പെണ്ണിന്റെ അച്ഛന് പരമസുഖം. മണ്ഡപം ബുക്ക് ചെയ്യുന്നത് ചെറുക്കൻ, സദ്യക്കാരെ ഏർപ്പാടാക്കുന്നത് ചെറുക്കൻ. അവസാനം നീ സ്ത്രീധനവും വേണ്ടെന്ന് വെച്ച് കളയോ? അത് വിട്, അവര് മാരുതി വാൻ ഒരെണ്ണം എന്റെ പേരിൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ മാരുതി വാനിന് എന്ത് മൈലേജ് കിട്ടും? അത് വാൻ കൈ കിട്ടുമ്പോ ഓടിച്ചു നോക്കിയാൽ മനസ്സിലാവും. വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്, നിർത്ത്. അതാണ് കക്ഷി. ഏത് കക്ഷി? ഇന്ദു, എന്റെ വുഡ്ബി. ഞാൻ ഒന്ന് മീറ്റ് ചെയ്തിട്ട് വരാം. ഇന്ദു, ഇന്ദു. എന്താ ഇവിടെ? 1-2 ലെറ്റേഴ്സ് അയക്കാനുണ്ടായിരുന്നു. എനിക്കാണോ? ഏയ്, ഞങ്ങളുടെ കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യാൻ പോവാ. ആ, ഇന്ദുന്റെ അച്ഛൻ പറഞ്ഞിരുന്നേ. ഇവിടെ കാറിൽ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഇരിപ്പുണ്ട്. മൂപ്പര് ഒന്ന് മീറ്റ് ചെയ്യാം. ഉം. വരും. ഹരി, അയ്യോ, ഇവൻ എവിടെ പോയി? മറ്റേ സാറെന്തേ? മൂത്രമൊഴിക്കാനാണെന്ന് തോന്നുന്നു, ഇറങ്ങി ഓടുന്നുണ്ട്. അതൊന്നും ആവില്ല. ഇന്ദുന് തിരക്കുണ്ടെങ്കിൽ നടന്നോളൂ, നമുക്ക് പിന്നെ മീറ്റ് ചെയ്യാം. ആ. ഓക്കെ. നീ ഇതെവിടെ പോയിരുന്നു? ഈ ഫോൺ ബിൽ അടച്ചില്ല എന്നുള്ള കാര്യം പെട്ടെന്ന് ഓർത്തത്. കേറാം. ഞാൻ ചെന്നു. ഇതെന്താ ഇടാത്തത്? ആഹാ, വേഷം മാറിയില്ല, കുളിച്ചില്ല. ഇത്ര നേരം ഇവിടെ എന്തെടുക്കായിരുന്നു? എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം. എന്തുണ്ടായി ഹരിക? വന്നു കയറിയപ്പോഴേ മൂഡ് ഓഫ് ആണല്ലോ. പ്ലീസ്, കുറച്ച് സ്വയം താ. ഉടമാളൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പേരുകേട്ട ഒരു തറവാടുണ്ടത്രേ. വലിയ ജമ്മിമാരാ, ഏകപ്പെട്ട സ്വത്തുക്കൾ, ഏക മകൾ. കുട്ടി MBBS പഠിക്കുകയാണ്. ഇനി ഇപ്പൊ നമ്മൾ എന്തിനാ അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കുന്നത്? വക്കീലിനേക്കാളും നല്ലത് ഒരു ഡോക്ടർ ആവുന്നതല്ലേ? ആയിക്കോട്ടെ, പക്ഷെ ഈ കുടമാളൂർ പെണ്ണിനെ പറ്റി ഹരി നേരത്തെ പറഞ്ഞില്ലല്ലോ. ഇന്നലെയാ ഞാൻ ഈ കുട്ടിയെ പറ്റി അറിഞ്ഞത്. ഹിന്ദിയിലെ ശ്രീദേവി ഇല്ലേ, അതേ കട്ടാണത്ര ഈ കുട്ടി. എനിക്ക് ശ്രീദേവി ഹേമമാലിനി ഒന്നും വേണ്ട. ഞാൻ അമിതാഭ് ബച്ചനൊന്നും അല്ലല്ലോ. മാത്രമല്ല, എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി വാക്കുമാറാൻ ഒക്കും. രവി, നിന്നോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. മെച്ചപ്പെട്ട ഒരു അലയൻസിന് വേണ്ടിയാണെങ്കിൽ വാക്കൊക്കെ നമുക്ക് മാറ്റാം. ഇപ്പൊ തന്നെ നമ്മുടെ നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റേ. ഇന്ന് വീട്ടിൽ നിന്ന് പുറപ്പെട്ട പിന്നെ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെടുന്നത്. എനിക്ക് കുറച്ചു കാലം കൂടി ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാനിവിടെ ഇറങ്ങാം. രവി, ഞാൻ എന്റെ പൊന്നു സാറേ, ഞാനില്ല. ഓട്ടോ വേഗം വിട്ടോ.
രവികുമാർ ഹിയർ. ആരാ? നിങ്ങൾ ഞെട്ടരുത്. വിവേകബുദ്ധിയോടെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചതായി അറിഞ്ഞു. ദയവ് ചെയ്ത് നിങ്ങൾ അതിൽ നിന്ന് പിന്മാറണം. മറ്റൊരുത്തന്റെ കാമുകയെ തന്നെ വേണോ നിങ്ങൾക്ക് ഭാര്യയായിട്ട്? നിങ്ങളാരാ? ഹിന്ദുവിന്റെ കാമുകൻ തന്നെയാണ് സംസാരിക്കുന്നത്. സ്നേഹിക്കുന്ന ഹൃദയങ്ങളെ നിങ്ങൾ ചവിട്ടി മെതിക്കരുത്. ഞങ്ങളെ വെറുതെ വിടൂ പ്ലീസ്. ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. വികാരങ്ങളെ നിയന്ത്രിക്കും. സത്യത്തിന്റെ മുഖം പലപ്പോഴും വികൃതമാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട്. ഞാനും ഇന്ദുവും ഒരുമിച്ച് ചെലവിട്ട ആ നിമിഷങ്ങൾ. ആരടാ നീ? വല്ലതും പറയാനുണ്ടെങ്കിൽ നേരിട്ടൊന്ന് പറ. എനിക്ക് കേൾക്കണ്ട. വെക്കടാ തെണ്ടി ഫോൺ. ഓടാ കഴുതേ. നിന്നെ എന്റെ കൈ കിട്ടിയാലുണ്ടല്ലോ ഒടിച്ച്. ആരാ സാർ, എന്താ പ്രശ്നം? ആ കോയമ്പത്തൂർ ബ്രാഞ്ചിന്റെ മാനേജരാ. അയാൾക്ക് 2 കിട്ടേണ്ടതാ. സത്യം പറയട്ടെ, ആ കൊച്ചിനെ കണ്ടപ്പോ അങ്ങനെയൊന്നും തോന്നിയതേ ഇല്ല. വളരെ സന്തോഷത്തിലാ അവള് ചായ കൊണ്ടുവച്ചതും സംസാരിച്ചതും. അതീ കാര്യമില്ല. പനിനീർ പൂവ് കണ്ടാ തോന്നുമോ അതിന്റെ അടിയിൽ കൂർത്ത മുള്ളുകളുണ്ടെന്ന്? ഏതായാലും ഇതിപ്പോഴേ അറിഞ്ഞത് നന്നായി. എന്തറിഞ്ഞെന്ന്? പ്രേമമാണെങ്കിൽ അവൻ അവളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയാലെന്ത്? രവി, എടുത്തുചാടി ഒരു തീരുമാനം എടുക്കണ്ട എന്നേ ഞാൻ പറയൂ. എന്തൊരു പുലിവാലാണ് ഈശ്വര ഇത്. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നീ ഇതങ്ങട് വീശ. എല്ലാം ഒത്തുവന്ന ഒരെണ്ണത്തിനെ കണ്ടു കിട്ടിയപ്പോ ഇങ്ങനൊരു കുരിശ്. കറക്റ്റ്. ഈ കുരിശ് നീ പേറണ്ട രവി. പക്ഷേ ഒരു ഫോൺ വന്നുകൊണ്ട് മാത്രം ഇത് ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. ഹലോ, ഉണ്ട്, കൊടുക്കാം. അച്ഛാ, അച്ഛന് ഫോൺ. ഹലോ, ഗോവിന്ദൻ നായരല്ലേ? ആ, ഞാൻ നിങ്ങളുടെ പഴയ ഒരു സുഹൃത്താ, മൊയ്തീൻ. നല്ല ഓർമ്മ കാണില്ല. നമ്മൾ 3ാം ക്ലാസ്സിൽ മാത്രമേ ഒന്നിച്ച് പഠിച്ചിട്ടുള്ളൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. നിങ്ങളുടെ മകളുടെ വിവാഹം നിശ്ചയിച്ചതായി അറിഞ്ഞു. വരനെപ്പറ്റി നന്നായി അന്വേഷിച്ചതിന് ശേഷമാണോ ഈ തീരുമാനം എടുത്തത് എന്നെനിക്ക് സംശയമുണ്ട്. ആ ചെറുപ്പക്കാരൻ എനിക്കറിയാം. അയാളൊരു ക്രോണിക് മദ്യപാനിയാണ്, മയക്കുമരുന്നിന്റെ അടിമയാണ്. അയാളെ മയക്കുമരുന്നുകളിൽ നിന്ന് രക്ഷിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. ഈ വിവാഹം വേണ്ടെന്ന് വെക്കുന്നതല്ലേ ബുദ്ധി? ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. അതെ, ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. 1 രൂപ കോയിനുണ്ടോ? ഫോൺ ചെയ്യാൻ രൂപ. അവനിങ്ങ് വരട്ടെ, ഞാനിന്ന് അവന് ശരിയാക്കുന്നുണ്ട്. വേറെ ലോകക്കാരിലുള്ള പെണ്ണൊന്നും ഈ പഠിക്കാത്ത കാര്യത്തിൽ വല്ല അസൂയക്കാരുടെ പണിയായിരിക്കാൻ പറ്റി. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ പറയുന്ന കാര്യങ്ങളിലൊന്നും നീ തലയിടരുത്. മുത്തശ്ശി, അവൻ പറഞ്ഞതെല്ലാം സത്യമാണെങ്കിൽ അവൻ എന്തുകൊണ്ട് അത് രവിയോട് നേരിട്ട് വന്ന് പറഞ്ഞുകൂടാ? ഫോണിൽ മാത്രം പറയുന്നത് തന്നെ ഒരു കള്ള ലക്ഷണമാ. വിജി, അറിയാത്ത കാര്യത്തിൽ നീ കയറി അഭിപ്രായം പറയണ്ട. ആ കാമുകന്റെ കാര്യം ആലോചിക്കുമ്പോ എന്റെ മനസ്സുരുകയാ, പാവം. അപ്പൊ രവിയുടെ കാര്യത്തിലല്ല ഹരിയേട്ടന് വിഷമം? അല്ലെന്ന് ആര് പറഞ്ഞു? ഒരു നാണയത്തിന്റെ 2 വശവും നമ്മൾ നോക്കണമല്ലോ. ഒരു വശത്ത് കാമുകൻ, മറുവശത്ത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രവി. രവി ഒരു ചീത്തപ്പെണ്ണിനെ കെട്ടണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ഈ കോളനിയുടെ അന്തസ്സിന്റെ പ്രശ്നമാണിത്. വേണ്ട മുത്തശ്ശി, ഈ ബന്ധം നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാനൊന്നുമില്ല, തെറ്റിയിട്ടില്ലല്ലോ. ഭാസ്കരനും വിശാലാക്കി എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചിട്ട് ഗൾഫിൽ പോയിരിക്കുന്നത്. അതെ, അവന്റെ കാലിന്റെ മുട്ടെന്ന് ഞാൻ തല്ലിയോടി. കറക്റ്റ്. അവനെങ്ങാനും എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ... ആരെടാ? അവളെ ലോഹിക്കാരനെ. ലോഹ്യക്കാരനും കുന്തമൊന്നുമല്ല. എനിക്ക് ഫോൺ ചെയ്തപ്പോ ആ തെണ്ടി പറഞ്ഞത് മുഴുവൻ ഇന്ദുവിന്റെ കുറ്റം. ഇന്ന് അവളുടെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഞാൻ മദ്യപാനിയാണ്, മയക്കുമരുന്നിന് അടിമയാണെന്നൊക്കെ. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? കള്ളറാസ്ക്. നമ്മൾ വെറുതെ അവനെ കുറ്റം പറയുന്ന എന്തിനാ രവി? 1000 ആണുങ്ങൾക്ക് 1057 സ്ത്രീകളാണ് കേരളത്തിൽ. നമുക്ക് വേറെ പെണ്ണിന് കിട്ടില്ലേ? നീ ചുമ്മാതിരിക്കാരി. ആ കള്ള ബെടുക്കൂസ് വെറും മണ്ടന. അവിടെ ഇവിടെയും വിളിച്ചു പറഞ്ഞത് 2 കാരണങ്ങളാ. അതുകൊണ്ട് തന്നെ അവന്റെ രോഗം കണ്ണുകടിയാണെന്ന് അവർക്കും എനിക്ക് മനസ്സിലായി. അവിടെ വിളിച്ചു പറഞ്ഞത് വേറെ ആരെങ്കിലും ആയിക്കൂടെ? പിന്നെ നാട്ടുകാർ മുഴുവൻ ഈ കല്യാണം മുടക്കാൻ സംഘടിച്ച് ഇറങ്ങിയിരിക്കല്ലേ. 2 ഒരുത്തം തന്നെയാ. ഞാൻ ഇന്ദുവിന്റെ വീട്ടിൽ പോയിരുന്നു. ഞങ്ങൾ പരസ്പരം സംസാരിച്ചു, തെറ്റിദ്ധാരണ നീക്കി. കല്യാണം പറഞ്ഞ തീയതിക്ക് തന്നെ നടക്കും. ഓഹോ, മോനെ രവി ഒന്നുകൂടി. മുത്തശ്ശി മിണ്ടാതിരിക്കെ. മുത്തശ്ശി അല്ലല്ലോ കെട്ടുന്നത്, ഞാനല്ലേ. ഇതുകൊണ്ടുണ്ടാകാവുന്ന ഗുണവും ദോഷവും ഞാൻ അനുഭവിച്ചോളാം. പോരെ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ചായ എടുക്കാത്ത ദാഹം പോയി. ആ ഹരി, നാളെ നമുക്ക് ഇൻവിറ്റേഷൻ കാണുന്ന ഡ്രാഫ്റ്റ് ചെയ്യാം. അത് ബാങ്കിൽ ഭയങ്കര ഓവർ ഡ്രാഫ്റ്റും പ്രശ്നങ്ങളൊക്കെയാ. ഇത് ഡ്രാഫ്റ്റ് ചെയ്യാൻ നീ വേറെ ആരെങ്കിലും നോക്കിക്കോളൂ കേട്ടോ.
പാവൻ രവി, മൂപ്പരാകെ ടെൻഷനില്ല. അതിലും ടെൻഷനില്ല ഞാൻ. ഹരിയേട്ടൻ എന്തിനാ ടെൻഷൻ? ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത ഞാൻ നിന്നോടെങ്ങനെ പറയും? എന്താ ഹരിയേട്ടാ? ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ നീ, രണ്ടിലൊരാൾ മരിക്കാൻ പോവുകയാണ് വിജയ്. ഞാൻ സത്യമായിട്ടും പറയാ, ഹരിയേട്ടൻ ആകെപ്പാട് എന്തൊക്കെയോ കുഴപ്പത്തില. അതെ, ഇതറിഞ്ഞത് മുതൽ ഞാൻ കുഴപ്പത്തില്ല. ഒരാഴ്ച മുമ്പ് പ്രഗത്ഭനായ ഒരു ജ്യോത്സ്യനെ ഞാൻ കാണാനിടയായി. എന്നെ കണ്ടപ്പോ തന്നെ അങ്ങനെ ഞെട്ടിപ്പോയി. എന്നിട്ടൊരു പറച്ചില, മരണമെടുത്തു. ഒന്നുകിൽ നീ, അല്ലെങ്കിൽ സഹധർമ്മിണി പാമ്പ് കടിയേറ്റ് മരിക്കും. നമ്മുടെ വീട്ടിൽ മുൻപ് താമസിച്ചിരുന്ന മുസ്തഫ തങ്ങളുടെ ഭാര്യ കത്തിക്കാനുള്ള വിറകിനോടൊപ്പം ഒരു സർപ്പത്തിന്റെ 7 കുഞ്ഞുങ്ങളെ അറിയാതെ ചുട്ടുകരിച്ചു കൊന്നു. അന്ന് ആ സർപ്പം പ്രതിജ്ഞയെടുത്തു, 5 വർഷത്തിനുള്ളിൽ ഈ വീട്ടിൽ താമസിക്കുന്ന ഒരാളെ കടിച്ചു കൊല്ലുമെന്ന്. ആ 5 വർഷം തികയാനിനി 7 ദിവസങ്ങളേ ഉള്ളൂ വിജി. അതെന്തിനാ സർപ്പ 5 വർഷം ടൈം കൊടുത്തത് കൊല്ലാൻ? അത് സർപ്പത്തിന്റെ ഇഷ്ടം. ഉം. അതുകൊണ്ട് നമ്മൾ ഈ വീട് വിറ്റ് വേറെ വീട്ടിലേക്ക് മാറും. ഹരിയേട്ടാ, ഇത് 20-ാം നൂറ്റാണ്ടാണ്. സർപ്പം, പ്രതിജ്ഞ, മണ്ണാങ്കട്ട, ഇതൊന്നും വിശ്വസിക്കാൻ എന്നെ കിട്ടില്ല. വിജി പിന്നീട് ദുഃഖിക്കേണ്ടി വരും. ഇതുപോലത്തെ കെട്ടുകഥകൾ തട്ടിവിടുന്ന ജ്യോത്സ്യന്മാർക്ക് നല്ല അടി കൊടുക്കുക വേണ്ടത്. இது மூர்க்கம். அனலி, சேனத்தண்டம், வெள்ளிக்கட்டம், കരിമൂർക്കൻ, രാജവമ്പാല, ചേര, നീർക്കോലി എല്ലാമേ ഉള്ള ഇരിക്ക് സാർ. എന്താ പാമ്പ് വേണം? എനിക്കങ്ങനെ ഒരു പാമ്പിനോട് പ്രത്യേകിച്ച് മമതയൊന്നുമില്ല. ആ. പക്ഷെ കണ്ടാൽ എന്റെ ഭാര്യ നടുങ്ങണം, ഞെട്ടി വിറക്കണം. ഈ വീട്ടിൽ ഇനി താമസിക്കാൻ വയ്യേ എന്നും പറഞ്ഞു ഓടണം. ஆமா, அப்படின்னா இந்த மூர்க்கன் தான் சார் நல்லது. இந்த பத்தி எல்லாமே விடர்த்தி பயங்கரமான உருவத்திலே காட்டுறேன். உங்க பொண்டாட்டி என்ன, இந்த மனித சமுதாயமே நடுங்குற ஒரு பாம்பட நான் പറഞ്ഞേ. അത്ര ഭയങ്കരം വേണമെന്നില്ല. ഒരു നീർക്കോലിയെ കണ്ടാൽ തന്നെ വരണ്ട ഓടുന്നവളാ അവള്. അപ്പൊ എത്ര മണിക്ക് വരും? சூரியன் மறைஞ்சதும் நான் உங்க வீட்டு பின்னாடியா வந்து எங்கேயாவது ஒளிஞ்சு நிக்கிறேன். எப்படி? ശരി ശരി. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. ஆமா, ഇത്രയും അഡ്വാൻസ്. ബാക്കി സംഗതി വിജയിച്ചതിന് ശേഷം പോട്ടെ. தைரியமா போங்க சார். நம்ம தமிழ் குலமே வாழ்க, கலைஞர் கருணாநிதி வாழ்க. கடவுளே காப்பாத்து. பயப்படாதே, நான் தான். എന്തായി? எல்லாமே ரெடி சார். இந்த பாம்பு இழஞ்சழிஞ்சு முட்டத்தோட்டு வரும். அப்ப பொண்டாட்டிக்கு காட்டி கொடுங்க. அதுக்கப்புறம் நீங்க உள்ள போங்க. இந்த பாம்பு ஓடி ரோட்டிலே போகும், நான் பிடிக்கும். எப்படி? കറക്റ്റ്. அப்ப பாம்பை விடட்டுமா? ഇപ്പഴേ എടോ, എന്റെ ഭാര്യ എങ്ങനെയെങ്കിലും പിടിച്ച് മുറ്റത്ത് കൊണ്ടൊന്ന് ഇരുത്തണ്ടേ? ஆமா ஆமா, ഒരു കാര്യം ചെയ്യാം. പാമ്പിനെ വിടേണ്ട സമയമാകുമ്പോ ഞാൻ ഉറക്കി ഒരു വിസിലടിക്കും. വിസിലടിച്ചതും പാമ്പിനെ വിട്ടേക്കണം. இந்த விசில. ஆமா ஆமா, ரெடி சார், ரெடி. വിജി, ദാ വരുന്നു. ഈ കസേരയൊക്കെയായിട്ട് എങ്ങോട്ട് പോകുന്നു? ഇങ്ങോട്ട് വാ, പറയാം. മുറിക്കകത്ത് തന്നെ ഇരുന്നാൽ മനസ്സ് മുരടിച്ചു പോകും വിജി. ഞാൻ ഒത്തിരി നാളായി വിചാരിക്കുന്നതാ കാർ പോർച്ചിൽ കസേരയൊക്കെ ഇട്ടിരുന്ന് പല പല നർമ്മ സംഭാഷണങ്ങളും നമുക്ക് നടത്തണമെന്ന്. ഇന്നാണ് ഒരു അവസരം കൈവന്നത്. വരൂ. ഞാൻ ചപ്പാത്തിക്ക് മാവ് ഒഴിച്ചു വെച്ചിരിക്കുക. ഐ ഡോണ്ട് കെയർ ചപ്പാത്തി. എനിക്കിത് ഭയങ്കര മൂഡ്. എ മോസ്റ്റ് റൊമാൻറ്റിക് ഈവനിങ്. എന്റെ മനസ്സിൽ വിവിധ വികാരങ്ങളുടെ വേലിയേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ് വിജി. വരൂ വരൂ വരൂ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഈ ഹരിയേട്ടന് ഓരോ നേരത്തെ ഓരോ ഭ്രാന്ത. Yes, I am mad because I am in love. A man in love is ridiculous to watch. എന്നോട് സ്നേഹത്തോടെ എന്തെങ്കിലും സംസാരിക്കും വിജി. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ ഈ കാണിക്കുന്നേ? ഞാൻ അറിയാതെ കുറച്ച് ഇമോഷണലായി പോയി. ഇമോഷണലായ ഞാൻ എപ്പോഴും ചൂളായിരിക്കും. നമ്മുടെ ഗാർഡനിലേക്ക് പൂച്ചട്ടികളിലേക്ക് വെറുതെ നോക്കിയിരുന്നോളൂ. എന്ത് ഭംഗിയാണത് കാണാനല്ലേ? എന്ത് പൂച്ചട്ടി? പല പൂച്ചട്ടികളും. പാമ്പ്! അയ്യോ, പാമ്പ്! ഞങ്ങളുടെ വീട്ടിൽ പാമ്പ് കയറി, പാമ്പ് കയറി. പാമ്പ്, പാമ്പ്, പാമ്പ് കയറിയേ. പാമ്പ്, 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 പാമ്പ്. എന്താ മോനെ? വിജയല്ലേ കിടന്ന് നിലവിളിക്കുന്നത്? എന്താ നോക്കാം, വാ. എന്താ വിജി, എന്തിനാ കരയുന്നത്? മുത്തശ്ശിയകത്ത് പാമ്പുണ്ട്, സൂക്ഷിച്ചു നിന്നോ. അയ്യോ, പാമ്പോ? പാമ്പെന്ന് പറഞ്ഞാല് എനിക്ക് ഭയങ്കര അർത്ഥ. നീ അതിനെ കൊന്നിട്ട് വന്നാ മതി. അയ്യോ മച്ചി, നീ എങ്ങോട്ടടി? ആ വിജയ അകത്തുണ്ടോ നോക്ക്. പെമ്പിള്ളേരായാലും ഇങ്ങനെ പേടി പാടില്ല. അയ്യോ,
എന്താ എന്താ എന്താണെന്ന് എനിക്കൊരു പിടിയില്ല. ഡോക്ടർ പോയി നോക്കിക്കേ. ഒരു പിടിയില്ല അങ്ങനെ ഒരു കാര്യം. പാമ്പ് എവിടെ? അല്ല ഹരി എവിടെ? ഹരിയേട്ടൻ എവിടെ പോയെന്നറിയില്ല. പാമ്പ് ദാ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. എന്നാ പിന്നെ അവിടെ തന്നെ നിന്നോ, ഞാൻ പറഞ്ഞിട്ട് ഇറങ്ങിയാ മതി. എവിടെ പാമ്പ് എവിടെ? എന്റെ പോക്കറ്റിൽ പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞ് വിളിച്ചു പോകുമ്പോ സദ്യ ഉണ്ണാൻ വരുമ്പോൾ വരാതെ ഒരു വടിയായിട്ട് വന്നൂടെ ഡോക്ടറെ? ആ വടിയും കൊണ്ടുവന്നേ. ഓട്ടി പോലെ കയറി വരും. ഓ പിന്നെ ഞാൻ അങ്ങോട്ട് പോ, പാമ്പ് ഇങ്ങോട്ട് വന്നാലോ? നിങ്ങൾ അങ്ങോട്ട് ചെന്ന് നോക്ക്. പോ മനുഷ്യ, പോ. ആ കട്ടലിന്റെ തൊട്ട് നോക്കണോ, അവിടെ ഉണ്ടാവും ചിലപ്പോ. ഇങ്ങോട്ട് വഴി മാറണോ? എങ്ങോട്ടേ പോകുന്നത്? മുകളിലേക്ക് ഒന്നും പാമ്പ് കയറി പോവില്ല. ഇല്ലേ? അല്ലേ ഞാൻ പോണ്. അയ്യോ എന്നെ പാമ്പ് കടിച്ചേ, എന്നെ പാമ്പ് കടിച്ചേ. പാമ്പിന്റെ വാക്കകത്തോട്ട് കാല് കയറ്റി വെച്ചു കൊടുത്താ പിന്നെ എങ്ങനെ അത് കടിക്കാതിരിക്കുന്നേ? നിങ്ങൾ എന്തോന്നേ പറയുന്നേ? പാമ്പിന്റെ വായി കാല് കയറ്റാൻ ഇവൻ എന്താ വട്ടുണ്ടോ? ഉണ്ടെന്ന് എനിക്ക് സംശയം. ഇത്രയും പേര് ഇതിനകത്ത് കയറിയിട്ട് ആ പാമ്പ് എവനെ മാത്രം തെരഞ്ഞുപിടിച്ച് കടിച്ചെന്താ? അതാണ് ഞാൻ പറഞ്ഞത്, സർപ്പശാപം. ആ, എടോ ഹരികൃഷ്ണ, ഈ വീട് കെട്ടിയത് പട്ടണക്കാട്ട് മുസ്തഫ തങ്ങളാണ്. അയാളുടെ കയ്യിൽ നിന്ന് നീ ഈ വീട് വാങ്ങുന്നതിന് മുമ്പേ എനിക്കറിയാം പാമ്പ് പോയിട്ട് ഒരു തേള് പോലും ഇക്കാലം വരെ ഈ കാമ്പൗണ്ടിനകത്ത് കയറിയിട്ടില്ല. യവൻ എന്നാടി ഇത്രയും വലിയ അന്ധവിശ്വാസിയായി? എന്തായാലും ഇനി ഈ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ധൈര്യമില്ല. ഇത്രയും കാലം താമസിച്ചില്ലേ? നിനക്ക് പാമ്പിനെ പേടിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, എവിടുന്നെങ്കിലും ഒരു കീരിയെ കൊണ്ടൊന്ന് പോറ്റിക്കും. ഏത് പാമ്പിനെയും കീരി നേരിട്ടോളൂ. എന്നിട്ട് വേണം കീരിയും കൂടി എന്നെ കടിക്കാൻ. നാളെ രവിയുടെ കല്യാണമാ. അടുത്ത വീട്ടിൽ പാമ്പ് കടിയേറ്റ ഒരു രോഗി ഇങ്ങനെ കിടക്കുമ്പോ കല്യാണം ശുഭാവുകയില്ല. അതുകൊണ്ട് നമുക്ക് നിന്റെ വീട്ടിലേക്ക് പോകാം വിജി. അയ്യോ അത് പാടില്ല ഹരി. കുറച്ചു ദിവസത്തേക്ക് ശരീരം അണ്ണുവടെ ഇളക്കാൻ പാടില്ലെന്ന് വൈദ്യുതി പറഞ്ഞല്ലേ? പിന്നെ ഞാനിപ്പോ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ബുദ്ധിയും വിവരമുള്ളവർ പറയുന്നതനുസരിച്ച് അനങ്ങാതെ കിടക്കുക, അത്രയും മതി. കഴിയുന്നവരെ ഒരു ടെൻഷനാ. മോനെ നന്നായി വരും. എല്ലാരും ഉണ്ടല്ലോ. അമ്മച്ചി വന്നില്ലേ? ഹരിയില്ലാത്തോണ്ട് മനസ്സിന് ആകെ ഒരു വിഷമം. മരുന്നും ഭക്ഷണമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടല്ലോ. ആ, അമ്മ ഇതുവരെ പോയില്ല, ഇവിടെ ഉണ്ട്. ഉണ്ടല്ലേ? എന്നാ രവി ഇറങ്ങിയല്ലേ, സമയായി. വരൂ വരൂ, ഇറങ്ങാം. ശരി. ഇറങ്ങട്ടെ. ഇറങ്ങുന്നേ. நீங்க பாம்பு பின்னாடியா வீட்டுக்குள்ள ஓடியது எதுக்கு? എതുക്കെങ്കിലും ആകട്ടെ. ഇതാ ഇത് കണ്ടോ, മൂർഖന്റെ 3 പല്ല മുറിവായി ഇന്ന് വൈദ്യൻ എടുത്തത്. ദ്രോഹി. பாம்பு சாஸ்திரம் தெரியுமா சார் உங்களுக்கு? എനിക്കൊരു മണ്ണാങ്കട്ടയും തെരിയണ്ട. ஆமா ஆமா, தெரிய வேண்டுங்க தெரிய வேண்டாம். நான் போறேன், அந்த காசை கொடு. കാശോ? ஆமா, பாம்பு நீங்க கொண்டுட்டுங்க 2000 ரூபாய் கொடு. എങ്ങനെ എങ്ങനെ? பாம்பிலோட விலை சார் 2000 ரூபாய். ഇതേ എനിക്ക് ബ്ലഡ് പ്രഷർ വന്നാലുണ്ടല്ലോ വിഷം പിന്നെ മേലോട്ട് കയറും. പിന്നെ ഞാനൊന്ന് കടിച്ചാലുണ്ടല്ലോ നീ ചാവും. மிரட்டாம காசு கொடுத்து போடா. மிரட்டு பாக்குறாயா? பாம்பை கொண்டு കളിக்கிறേ, കാശ് കൊടു. ഹരി ഇവനേതാ? അതമ്മേ, ഇവൻ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ്. അയ്യോ ഇവനോ? ഒരു ഫാൻസി ഡ്രസ്സിന്റെ മത്സരത്തിന് പോകുന്ന വഴിക്ക് എന്നെ കണ്ടപ്പോ ഇങ്ങോട്ടൊന്ന് കേറിയതാ. നന്നായിട്ടില്ലേ അമ്മേ? ആ என்ன சொல்ற என்ன சொல்ற? ഹരി അകത്ത് വന്ന് കിടക്ക്. അമ്മ ചെല്ലു, ഞാനിപ്പോ വരാം. ഞങ്ങൾക്ക് പഴയ കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കാനുണ്ട്. வீட்டுக்குள்ள யாருமே இல்ல, அந்த பொய் சொல்லியாச்சு இல்லையா? 2000 ரூபாய் உடனடியா கொடுக்கல என்ன எல்லா ரகசியம் சொல்லி கொடுப்பேன். அம்மா தாயே, എന്റെ പൊന്നു പാമ്പാട്ടി, എന്നെ ചതിക്കരുത് ചതിക്കരുത് ചതിക്കരുത്. கொடு கொடு, காசை கொடு. കാശ് ഞാൻ ബാങ്കിൽ വന്നാൽ തരാം. வர்றேன், ஆனா ஏமாத்த பார்த்தேன். ம்.
ഉറങ്ങിയില്ലല്ലേ? സിഡോ സിഡോ. എല്ലാവരെയും ഒരു വിധത്തിൽ യാത്രയ്ക്ക് വിട്ടു. ഈ കസേരക്കൊക്കെ എന്താ വാടക? നമ്മുടെ ഈ സാധാരണ ഇരുമ്പ് കസേരക്ക് 3 രൂപ, മേശ 7 രൂപ. ആ, ഞാൻ കുറെ ബാർഗൻ ചെയ്ത് നോക്കി. അവന്മാർ 5 പൈസ കുറച്ചില്ല. ഗിഫ്റ്റ് പാക്കറ്റ് ഒന്നും തുറന്നു നോക്കാൻ പറ്റില്ല. ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഓരോരുത്തന്മാർ എന്താണ് തന്നതെന്ന് അറിയാമല്ലോ. അയ്യോ, മണി 11 കഴിഞ്ഞു. എല്ലാം കൂടെ നോക്കുമ്പോ ഇനിയിപ്പോ നേരം വെളുക്കും. സദ്യയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടു? കുറുക്കുകാളിന് അസലായിരുന്നു അല്ലേ? ഈ കുക്കിനെ ഹരികൃഷ്ണൻ മണപ്പാടിന്ന് കൊണ്ടുവന്നതാ. ഹരികൃഷ്ണൻ പാവം. എന്റെ കല്യാണം അവന്റെ കല്യാണം പോലെ ആയിരുന്നു അവന്. പാമ്പ് കടിച്ചു, 8 അടി മൂർഖൻ, കിടപ്പിലായിപ്പോയി. നാളെ രാവിലെ നമുക്ക് അവനെ പോയി കാണാം. ഇരിക്കും. അല്ല, ഞാൻ ആളുകൾ ഈ പറയുന്ന പോലെ ഒന്നും അല്ലാന്ന് തോന്നുന്നു. ആദ്യ രാത്രി പകലത്തെ ഈ അഭ്യാസമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് എന്തോരം നല്ല ക്ഷീണം ഉണ്ടാവും. കിടന്നോളൂ, കിടന്നോളൂ. ഞാനും കിടക്കാം. ഈ ലൈറ്റ് ഓഫ് ചെയ്തില്ലെങ്കിൽ ഉറക്കം വരില്ല. ഓഫ് ചെയ്യട്ടെ. ഇത് എവിടേക്ക് ഇത്ര രാവിലെ? അത് ഇന്നത്തെ പത്രം നോക്കിയപ്പോഴാ കണ്ടത്. എന്റെ ഫ്രണ്ടിന്റെ ഒരു അമ്മാവൻ ഇന്നലെ തൂങ്ങി മരിച്ചു. ഞാൻ അവിടെ വരെ ഒന്ന് പോവാ. ഇന്നത്തെ പത്രം വന്നില്ലല്ലോ. വന്നു. മാതൃഭൂമി അല്ല, മനോരമ. മാതൃഭൂമി ഇപ്പൊ വരും. മനോരമയോ? വീട് മാറിയിട്ടാണെന്നാ തോന്നുന്നത്. ഈ മരുന്ന് കഴിക്കുന്നില്ലേ? പിന്നെ കഴിക്കാം. എന്താ ഹരിയേട്ടാ? ഞാൻ താക്കോൽ എടുക്കാൻ മറന്നു. ആര് വന്ന് അന്വേഷിച്ചാലും ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്ക്. ആര് വന്ന് അന്വേഷിച്ചാലും. പറ്റിയൊന്നുമില്ല. വാ. ഗുഡ് മോർണിംഗ് മാഡം. ഇതാരൊക്കെയാ? വരൂ, ഇരിക്കൂ. ആ, ഹരി എന്തോനെ കണ്ടിട്ടില്ലല്ലോ. കറക്റ്റ് സമയം നോക്കിയാ മഹാഭാവി പാമ്പ് കയറി കടിച്ചില്ലേ? എന്തേ, കിടക്കണോ? അല്ല, ഏതോ ഒരു ഫ്രണ്ടിന്റെ അമ്മാവ് മരിച്ചെന്ന് പറഞ്ഞ് പുറപ്പെട്ടതാ. പിന്നെ പറഞ്ഞു ആര് വന്നാലും ഇവിടെ ഇല്ലെന്ന് പറയാൻ. ആവോ, എനിക്കറിയില്ല. ഇത് ഞങ്ങളാന്ന് പറ. ചെല്ല്. ഹരിയേട്ടാ. നല്ല വള. ഇതിങ്ങനെ കയ്യിലിട്ടോണ്ട് നടക്കണം. ലോക്കറി വെക്കാം. ആഹാ, ബാത്റൂമിൽ കേറിയോ? കേറി. ഒരു 3 മണിക്കൂറെങ്കിലും കഴിയാതെ ഇവിടുന്ന് ഇനി ഇറങ്ങാൻ പറ്റില്ല. എന്ത് പറ്റി? പലതും പറ്റി. ഒന്ന് വാ ഹരിയേട്ടാ. ഹരിയേട്ടനെ കാണാനല്ലേ രവി എന്തും വന്നിരിക്കുന്നേ? ഞാൻ പിന്നെ അങ്ങോട്ട് ചെന്ന് കണ്ടോളാമെന്ന് പറ. ഹരി, ടേക്ക് യുവർ ഓൺ ടൈം. ഞങ്ങൾക്ക് തീരെ ധൃതിയില്ല. ഇന്ന് വേണേലും ഉച്ചയ്ക്ക് ഊണ് വിടുന്നാലും കുഴപ്പമില്ല. ഊണിന് ഞങ്ങൾ രവിയുടെ വീട്ടിൽ വരാം. എനിക്ക് തീരെ സുഖമില്ല രവി, അതുകൊണ്ടാ. എന്ന് വിചാരിച്ച് ഇന്ന് മുഴുവൻ ബാത്റൂമിൽ കഴിയാൻ പോവാ? ഞങ്ങൾ എന്തായാലും ഹരിയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ, അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യൂ. ഓ, ഞാൻ ചായ എടുക്കാം. ഇരിക്കൂ. വനിതല്ലേ? ഞാൻ സ്ഥിരമായിട്ട് വായിക്കും. നോട്ടെ, ഞാൻ നോക്കട്ടെ. ഞാനൊന്ന് ഷേവ് ചെയ്യാൻ തുടങ്ങിയതാ. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇവിടെ കാത്തു നിൽക്കുമ്പോ ഇവരുടെ ഇവൻ പോയി ഷേവ് ചെയ്തിട്ട് പാടൂ. മുഖം മുഴുവനും ഉണ്ടല്ലോ പാത. കണ്ണിന്റെ പുരിയും കൂടെ ഷേവ് ചെയ്യാൻ പോവാണ്. ഇത് മിസ്റ്റർ? അല്ലല്ല, ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. നേരത്തെ കണ്ടിട്ടുണ്ടോ? അതെ, ലോ കോളേജിൽ വെച്ച്. ലോ കോളേജിൽ വേറെ എത്ര ഹരീഷ്ണന്മാർ കാണും? എന്നെ കണ്ടതായി ഓർക്കുന്നില്ലേ? തീരെ ഓർക്കുന്നില്ല. എങ്ങനെ ഞാൻ ഷേവ് ചെയ്യട്ടെ? ലോ കോളേജിൽ പഠിച്ചിട്ടില്ലേ? പിന്നീട് ഇവൻ ഡിസ്കണ്ടിന്യൂ ചെയ്തു. ആണോ? എങ്കിൽ ഞാൻ വിചാരിക്കുന്ന അതേ ഹരീഷൻ തന്നെ. ഞാൻ ജൂനിയർ ആയിരുന്നു. പിന്നെ നിനക്കെന്താ ഓർമ്മയില്ലാത്തത്? പാമ്പ് കടിച്ചപ്പോ ഓർമ്മയെല്ലാം പോയി. ഞാൻ പോയി ഷേവ് ചെയ്യട്ടെ? ചെന്ന് ചെയ്തു തോലക്ക്. സ്വന്തം നാടിവിടെ, സ്വന്തം വീടിവിടെ, സ്വന്തം ഭാര്യയും. ഇതൊക്കെ വിട്ടേച്ച് താൻ എങ്ങോട്ടായി ട്രാൻസ്ഫർ ആയി പോകുന്നേ? സാറിന് അറിയില്ലേ, ഈ പറഞ്ഞ സ്വന്തം നാട്ടില്, സ്വന്തം വീട്ടില്, സ്വന്തം ഭാര്യയുടെ സമീപത്ത് വെച്ചല്ലേ എന്നെ പാമ്പ് കടിച്ചത്? ആ പാമ്പ് ചത്തുപോയില്ലേ? അതാണ് പ്രശ്നം. ഈ ചത്തതിന്റെ ഇണ ഇനി വന്നെന്നോട് പ്രതികാരം ചെയ്യില്ലെന്ന് ആര് കണ്ടു? കൊള്ളാം. അപ്പൊ MD ക്ക് ഞാൻ എന്തെഴുതണം? പാമ്പ് കടി ഭയമുള്ളത് കൊണ്ട് ഹരികൃഷ്ണ ട്രാൻസ്ഫർ വേണമെന്നോ? സാർ എന്നെ സഹായിച്ചേ ഒക്കൂ. നിവർത്തിയില്ല ഹരി. 6 മാസത്തേക്ക് ഈ ഓഫീസിൽ ഒരു ട്രാൻസ്ഫർ സാധ്യമല്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. താൻ ഒരു നികൃഷ്ടനാണ്. തനിക്ക് എന്നെ അറിയില്ലല്ലേ?
പരിചയമില്ല അല്ലേ? കണ്ടുമുട്ടിയ ഉടനെ ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ തന്നെ ഞാൻ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. എത്രയും പെട്ടെന്ന് താൻ കാണിച്ച വഞ്ചനയ്ക്ക് പരിഹാരം ചെയ്തില്ലേ ഉറക്ക ഞാനിത് എല്ലാവരോടും വിളിച്ചു പറയും. എങ്കിൽ നിന്നെ എന്താ ഇത്? അച്ഛാ, എന്താ ഇത്? ഹരി, വിട്. മാറരുത്. എന്ത് പറ്റി? ഡോക്ടറുടെ കഴുത്ത് ഉളുക്കിയെന്ന് പറഞ്ഞപ്പോ ഞാനതൊന്ന് പിടിച്ച് നേരെയാക്കിയതാ. അല്ല ഇവനെ കൊല്ലാൻ നോക്കി. ഡോക്ടർ ഡോക്ടറല്ല, നേഴ്സ്. മതി മതി, ഇനി ഇവിടെ കിടന്നുള്ള കുടിയും കരിയൊന്നും വേണ്ട. ഹരി ഒന്ന് പോയേ. ചേച്ചി, ഞാൻ നേരെ ഒത്തിരി ആയില്ലേ, പോകാനാ പറഞ്ഞത്. ഡോക്ടർ, ഞാൻ മനഃപൂർവ്വം അല്ല. ഓ, പിന്നെ തമാശക്ക് എല്ലാവരും അന്യോന്യം കഴുത്ത് പിടിച്ചേക്കാണ്ട് പതിവ്. ഒന്ന് പോടോ, ഡോക്ടർ, പോടോ. എന്താ എന്താ ഉണ്ടായേ? കണ്ടില്ലേ, ഞാൻ ചത്തുപോയനെ. എന്തിനാണെന്നാ ചോദിച്ചത്? അത് അയാളുടെ പോയി ചോദിക്കണം. പ്രിയപ്പെട്ട പുരുഷു, ചില ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ വിവാഹം നടന്നു. കഷ്ടകാലം എന്ന് പറയട്ടെ. അയാളുടെ ഭാര്യയായി വന്ന LLB-കാരി യുവതിക്ക് എന്റെ ജീവിതത്തിലെ നീചമായ ഒരു രഹസ്യം അറിയാം. നിന്നോട് ഇതുവരെ ആ രഹസ്യം മറച്ചു വെച്ചതിന് ക്ഷമിക്കുമല്ലോ. മേൽപ്പറഞ്ഞ യുവതി ഇപ്പോഴെന്റെ അയൽവാസിയാണ്. ഇതുവരെ അവൾ ആ രഹസ്യം എന്റെ ഭാര്യയോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഏത് നിമിഷവും പറഞ്ഞേക്കാം. പൂച്ചകൾ എലികളെ കൊല്ലുന്നതിന് മുമ്പ് അതിനെ തട്ടിക്കളിക്കും പോലെ എന്നെ ഇട്ട് വീർപ്പ് മുട്ടിക്കാനാവും അവളത് പറയാതിരിക്കുന്നത്. അവൾ ഒരിക്കലും എന്റെ ഭാര്യയോടത് പറയാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം പുരുഷു? സാർ, എന്താ ഇത്? കുറച്ച് ഫ്രൂട്ട്സ്. ഓഹോ, ഞാൻ വിചാരിച്ചു തേങ്ങയാണെന്ന്. ഇത് എന്തിനാണെന്നാ ചോദിച്ചത്? തലയെ തെച്ച് കുളിക്കാൻ സാധാരണ അതിനാണ് ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നത്. സാറേ, ഞാൻ സാറിനെ കണ്ട് നന്ദി പറയാൻ വേണ്ടി വന്നതാ. കാര്യം? ഞാൻ ഈ മോഷണം നിർത്തി സാറേ. അയ്യോ, അതെ, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുക. എന്തെങ്കിലും ഭാരവാഹിയാക്കാന് പാർട്ടി സെക്രട്ടറി ഏറ്റിട്ടുണ്ട്. കാലം നോക്കാം, സ്കോപ്പ് ഇല്ലേ നമ്മളെ തൊഴിലിലേക്ക് തന്നെ മടങ്ങും ചെയ്യാം. പിന്നെ ഇത്രയും കാലത്ത് എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ സാർ എനിക്ക് ചെയ്തെന്നുള്ള സഹായം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. സാറിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ അറിയിക്കാൻ മടിക്കരുത്. തൽക്കാലം നിന്റെ ഒരു സഹായം ആവശ്യമില്ല. നീയൊക്കെ നന്നായിരുന്നാ മാത്രം മതി. സാർ, എന്നാ ഞാൻ പോട്ടെ. ആ, ചെല്ലേ. ഞാനിവിടെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഭവം വായിച്ചുകൊണ്ടിരിക്കുക. താങ്ക് യു സാർ. അവൾ ആ രഹസ്യം വെളിപ്പെടുത്തിയാൽ പിന്നെ നിന്റെ സുഹൃത്ത് ഹരികൃഷ്ണൻ ഈ ഭൂമിക്ക് മുകളിൽ ഉണ്ടാവില്ല. എത്രയോ കേസുകൾ ബുദ്ധിപൂർവം കൈകാര്യം ചെയ്ത് നിനക്ക് ഇതിനൊരു പരിഹാരം പറഞ്ഞു തരാനാവും. എന്നെ സഹായിക്കാൻ മറ്റാരുമില്ല പുരുഷു. ഉടൻ മറുപടി അയക്കണം. നിർത്തട്ടെ. സ്വന്തം ഹരികൃഷ്ണൻ. ഹരി സാർ, പ്രിയ സ്നേഹിതൻ ഹരികൃഷ്ണ, നീ എന്തോ വലിയൊരു ദുർഘടത്തിൽ പെട്ടിരിക്കുന്ന അറിഞ്ഞ് അത്യധികം വ്യസനിക്കുന്നു. ഭയപ്പെടാതിരിക്കുക. എല്ലാത്തിനും ഞാനുണ്ടടാ കൂടെ. കത്തിൽ മുഴുവൻ രഹസ്യം രഹസ്യം എന്ന് പറയുന്നതല്ലാതെ ആ രഹസ്യം എന്താണെന്ന് നീ എഴുതി കണ്ടില്ല. ഒരു കാര്യം ചെയ്യും, നിന്റെ രഹസ്യം അറിയാവുന്ന നിന്റെ സ്നേഹിതന്റെ ഭാര്യയെയും നിന്റെ ഭാര്യയും തമ്മിൽ അടുപ്പിച്ചിട്ട് പിന്നീട് ഒരിക്കലും കണ്ടാൽ മിണ്ടാത്ത പരുവത്തിൽ അവർ തെറ്റിപ്പിരിയാൻ എന്തെങ്കിലും വഴി ആലോചിക്കുക. മിണ്ടിയാലല്ലേ രഹസ്യം പുറത്താവൂ. അതുകൊണ്ട് എങ്ങനെയും അവരെ അകറ്റുകയേ മാർഗമുള്ളൂ. അയ്യോ, SI എത്തി. അതുകൊണ്ട് കത്ത് ചുരുക്കുന്നു. സ്വന്തം പുരുഷോത്തമൻ. ഫയലും കൊണ്ട് ഇതിനകത്ത് കയറിയോ? അത്യാവശ്യമായിട്ട് ഇതൊന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. ഒരു കാര്യം ചെയ്യും, നിന്റെ രഹസ്യം അറിയാവുന്ന നിന്റെ സ്നേഹിതന്റെ ഭാര്യയെയും നിന്റെ ഭാര്യയും തമ്മിൽ അടുപ്പിച്ചിട്ട് പിന്നീട് ഒരിക്കലും കണ്ടാൽ മിണ്ടാത്ത പരുവത്തിൽ അവർ തെറ്റിപ്പിരിയാൻ എന്തെങ്കിലും വഴി ആലോചിക്കുക. മിണ്ടിയാലല്ലേ രഹസ്യം പുറത്താവൂ. അതുകൊണ്ട് എങ്ങനെയും അവരെ അകറ്റുകയേ മാർഗമുള്ളൂ. രവിയേട്ടാ, ഇത് എപ്പോ വാങ്ങിച്ചോണ്ട് വന്നു? എന്ത്? എന്നെ ഞെട്ടിക്കാൻ വേണ്ടി പറയാതിരുന്നതല്ലേ? മനസ്സിലായില്ല. കളി മതിയാക്ക്. ഇത് എത്ര പവനാ? സത്യമായിട്ടും എനിക്ക് കാര്യം പിടിയിട്ടില്ല. ചുമ്മാതിരി. സ്വർണ്ണമാല ആകാശത്തുനിന്ന് പൊട്ടി വീഴൊന്നുമില്ലല്ലോ. ഇതെവിടെ കിട്ടി? നമ്മുടെ കിടക്കേന്ന്. കിടക്കാന്നോ? കല്യാണം കഴിഞ്ഞ് ബാങ്ക് ബാലൻസ് വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന എനിക്ക് സ്വർണ്ണമാല വാങ്ങിക്കാൻ വട്ടുണ്ടോ?
ഇതെങ്ങനെ സംഭവിച്ചു? സംഭവിച്ചത് സംഭവിച്ചു. നമ്മൾ അവളോട് വഴക്കിനൊന്നും പോകുന്നില്ല. എന്നാലും ഇത്രയും വിദ്യാഭ്യാസമുള്ള ഒരു പെണ്ണ് വീട്ടിൽ കയറി വന്ന് മാല മോഷ്ടിക്കാന്ന് പറഞ്ഞാൽ, ഞാൻ റോട്ടിൽ നിന്ന് ജനലിൽ കൂടി നോക്കുമ്പോ അവള് നിന്റെ മാല കഴുത്തിലിട്ടോണ്ട് കണ്ണാടിയിൽ ഭംഗി നോക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഞാനിത് വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല. എങ്കിലാ മാല ഇവിടെ കാണിക്കും. അതെന്റെ കയ്യിൽ നിന്ന് തന്നെ എവിടെയോ കളഞ്ഞുപോയി. ഓക്കെ, കളഞ്ഞുപോയി. ആ കളഞ്ഞുപോയ മാല അവളുടെ മുറിയിൽ കാണുകയാണെന്നിരിക്കട്ടെ. കാണില്ലല്ലോ. നീ സൂത്രത്തിൽ അവിടെ ചെന്നൊന്ന് തപ്പ്. അഥവാ നീ എവിടെ മാല കണ്ടാൽ ആ നിമിഷം നീ അവളുമായി അകലുമല്ലോ. അകലണം. പിന്നെ നീ അവളോട് മിണ്ടുകയോ അവൾ പറയുന്നത് ഒന്നും വിശ്വസിക്കുകയോ ചെയ്യരുത്. വിജിയുടെ മാല കാണാതെ പോയോ? ഇതെങ്ങനെയാ ഞങ്ങളുടെ കിടക്കെ വന്നതെന്ന് അറിയില്ല. മുത്തശ്ശിയെ കാണിച്ചപ്പോഴാ മനസ്സിലായത് മാല വിജയുടേതാണെന്ന്. ഇതെന്ത് കഥ? ഇവിടെ കിടന്ന മാല എങ്ങനെ അവിടെ എത്തി? വല്ല കാക്കയോ കോഴിയോ മറ്റോ കൊത്തിക്കൊണ്ടിട്ടതാവും. എന്തോ മായാജാലം തന്നെ. ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കായിരുന്നു. താങ്ക് യു എന്തു. അല്പനേരം കൂടി കഴിഞ്ഞെങ്കിൽ എന്തുമാത്രം പ്രശ്നമായേനെ. എന്ത് പ്രശ്നം? അല്ല, ഒന്നുമില്ല. ഹരി, ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാ. ഞങ്ങളുടെ കല്യാണത്തിനോ തനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഇതിനെങ്കിലും നോ എന്ന് പറയരുത്. നമ്മളൊരു കമ്പൈൻഡ് ഹണിമൂൺ ട്രിപ്പ് പോകുന്നു, കൊടൈക്കനാലിലേക്ക്. താനും വിജിയും ഞാനും എന്തു പറയുന്നു? ഹരിയേട്ടൻ എന്നെ ഇതുവരെ എവിടെയും കൊണ്ടുപോയിട്ടില്ല. ഇവർക്കെങ്കിലും വിളിക്കാൻ തോന്നിയല്ലോ. നമുക്ക് പോവാ ഹരിയേട്ടാ. ഓക്കെ ഫൈൻ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. എനിക്ക് ഓഫീസിൽ ചെന്നാൽ ലീവ് ഒക്കെ ഒന്ന് ശരിയാക്കാം. വാ. കള്ളി പിടിക്കപ്പെടുമെന്നായപ്പോ തൊണ്ടി മുതലും കൊണ്ട് നേരിട്ട് കോടതിയിൽ ഹാജരായിരിക്കുക. ആ പാവം കുട്ടിയെ പറ്റി അനാവശ്യം പറഞ്ഞ ഹരിയേട്ടന് ശാപം കിട്ടും. നോക്കിക്കോ. ആദ്യം മുതലേ ഈ കല്യാണത്തിന് പാര വെക്കാൻ ഒരുത്തൻ നടക്കുന്നുണ്ടല്ലോ. അവൻ തന്നെ പറ്റിച്ചെന്തോ പണിയായിരിക്കും ഇത്.